ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഒരു ബെസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ്. ബിഗിനർ ആയിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സിനുള്ള ഡൗട്ട് ആണ് ഒരു നല്ല സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ സെലക്ട് ചെയ്യുക എന്ന്. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATM എന്താണ്, OTM എന്താണ്, ITM എന്താണ്, അതുപോലെ തന്നെ ഡെൽറ്റ, അതായത് ഡെൽറ്റ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ ഒരു ബെസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ നിഫ്റ്റി 50ന്റെ ഇൻഡെക്സ് ആണ് ഇവിടെ ഓപ്പൺ ആക്കിയത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ ചെയിൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും വ്യൂ ഓപ്ഷൻ ചെയിൻ എന്ന്. ഈ ഒരു വ്യൂ ഓപ്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോൾ പ്രൈസ് എന്നും റൈറ്റ് സൈഡിൽ പുട്ട് പ്രൈസ് എന്നും കാണാൻ പറ്റും. ഈ ഒരു സെന്ററിൽ കാണുന്നതാണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെന്ററിൽ ബ്ലാക്ക് ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 24,768 എന്ന്. അതാണ് നിഫ്റ്റി ലാസ്റ്റ് ക്ലോസ് ആയ സ്ട്രൈക്ക് പ്രൈസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ATM എന്താണ് നോക്കാം. ഇപ്പോ 24,768 എന്നുള്ളത് ഒരു ATM ആണ്. ഓക്കെ, ATM എന്ന് പറഞ്ഞാല് 24,800 അതുപോലെ തന്നെ 24,750 ATM ആണ്, അതായത് അഡ്ഡ മണി. ഓക്കെ, അതായത് മാർക്കറ്റ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് മുകളിലോട്ടും ഒരു സ്ട്രൈക്ക് പ്രൈസ് താഴോട്ടും ഉള്ളതാണ് ATM, അഡ്ഡ മണി. ഓക്കെ, ഇത് നിങ്ങളെ മൈൻഡിൽ വെച്ചോ. നെക്സ്റ്റ് നമ്മൾ കോൾ പ്രൈസിന്റെ അഡ്ഡ മണി എന്ന് പറഞ്ഞാൽ 24,800 ആണ് അഡ്ഡ മണി എന്ന് പറയുന്നത്. ഓക്കെ, പുട്ട് പ്രൈസിന്റെ നോക്കിക്കഴിഞ്ഞാൽ 24,750 ആണ് അഡ്ഡ മണി. ഈ ഒരു അഡ്ഡ മണി നിങ്ങൾ ഒരു കാരണവശാലും ബൈ ചെയ്യരുത്. ഓക്കെ, അഡ്ഡ മണി ബൈ ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്യാൻഡില് നിങ്ങളെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ SL 100% അടിക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു അഡ്ഡ മണിയിൽ വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അഡ്ഡ മണി ചൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് OTM. OTM എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി. ഔട്ട് ഓഫ് ദ മണി നമുക്ക് നോക്കാം. കോൾ പ്രൈസിന്റെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് 24,800ന്റെ താഴോട്ടുള്ളതാണ്. അതായത് ഇന്ന് കാണാൻ പറ്റും 24,800 കഴിഞ്ഞിട്ട് 24,850, 24,900, 950. ഇതാണ് കോൾ പ്രൈസിന്റെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഔട്ട് ഓഫ് ദ മണി ആവും തോറും നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിന്റെ വില കുറഞ്ഞു വരും. നിങ്ങളുടെ 128, 105, 85, 68, 54. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിന് മേലെ പുട്ടിന്റെ ഔട്ട് ഓഫ് ദ മണി ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 135, 114, 93, 78, 64 അങ്ങനെ കുറഞ്ഞു പോകും. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ തുച്ഛമായ പൈസക്ക് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റികൾ മേടിക്കാൻ പറ്റും. നിങ്ങളും അങ്ങനെ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും, ഞാനും അങ്ങനെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് എത്ര മുകളിലോട്ട് പോയാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. നിങ്ങൾക്ക് ലൈവ് എക്സാമ്പിളോടെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് 213ന്റെ ഇപ്പൊ മാർക്കറ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് എന്തായി നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഏകദേശം 200 പോയിന്റ് പ്ലസിലാണ് മാർക്കറ്റ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ ഒരു 213ന്റെ നമുക്ക് ഇവിടെ ചാർട്ട് ഓപ്പൺ ആയി നോക്കാം. പ്രീമിയത്തിന്റെ ചാർട്ട് ഓപ്പൺ ആക്കി നോക്കി കാണാൻ മനസ്സിലാവും. അറ്റ് എ ടൈം നമുക്ക് നിഫ്റ്റിനും കൂടെ ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ക്യാൻഡിൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും OTM ബൈ ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന്. ഓക്കെ, ഇപ്പൊ നിഫ്റ്റി ഇവിടുന്ന് അതായത് 24,360 മൂവായി 24,560 വരെ മൂവായി. ഓക്കെ, ഓൾമോസ്റ്റ് 200 പോയിന്റിന്റെ മൂവാണ് ഇവിടുന്ന് വന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ഇതേ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ആ ടൈം കാണാൻ പറ്റും. കറക്റ്റ് 11:45ന്റെ ക്യാൻഡിലാണ്. ഇവിടുന്ന് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ 70, നമുക്ക് കുറച്ചുകൂടെ ഔട്ട് ഓഫ് ദ മണി പോവാം, എന്നാലേ കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാവും. 213, ഓക്കെ 128, 128ന്റെ പോവാം. ഔട്ട് ഓഫ് ദ മണി ആണല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 40. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ 40ന്റെ സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. 40ന്ന് അതായത് 200 പോയിന്റ് നിഫ്റ്റി മൂവ് ആയപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ക്യാൻഡിൽ കിട്ടിയ മൂവ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി ബൈ ചെയ്യുമ്പോൾ 40ന് ഇത് ഉണ്ടായത് ഈ ഒറ്റ ക്യാൻഡിൽ ഉണ്ടായത് 90 ആണ്. ഓക്കെ, 40. അപ്പൊ നമുക്ക് ഒരു 50 പോയിന്റ് ആണ് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. 50 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് 200 പോയിന്റ് മൂവ് ആയിട്ട് നമുക്ക് 50 പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു നമുക്ക് വേറൊരു സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് നോക്കാം. ഓക്കെ, 128 വേറൊരു സ്ട്രൈക്ക് പ്രൈസ് നോക്കാം. അതായത് 24,600 നോക്കാം. നമ്മളിപ്പോ നോക്കിയത് 24,800ന്റെ ആണ്. നമുക്ക് 24,600 നോക്കാം.
24,600 ഈ ഒരു ക്യാൻഡില് മനസ്സിലാവും ഓൾമോസ്റ്റ് 86 ആണ്. ഓക്കെ, 86 നോക്കുന്നില്ല, നമുക്ക് ഒരു 24,500 നോക്കാം. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. 24,500, അതായത് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് 120 ആയിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ മൂവ് ആയപ്പോൾ ഇവിടെ 120 ആയിരുന്നു. 120 നമ്മൾ ബൈ ചെയ്തു. അപ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ രണ്ട് പേര് ഓപ്ഷൻ ബൈ ചെയ്യുന്ന വെച്ചാൽ ഒരാള് 40, അതായത് 40ന്റെ സ്ട്രൈക്ക് പ്രൈസും ഒരാള് 120ന്റെ പ്രീമിയം ബൈ ചെയ്തു. ഈ പ്രീമിയം സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞ ഒന്നാണ്. അപ്പൊ ഒരാള് 40ന്റെ പ്രീമിയം, ഒരാള് 120ന്റെ പ്രീമിയം ബൈ ചെയ്തു. ഓക്കെ, ഒരേ ക്വാണ്ടിറ്റി ആണ് ബൈ ചെയ്തത്, 200 ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചോ. ഇവിടുന്ന് 120 ഇവന് ഈ ഒരു ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ് 220, അതായത് 120 222 മൈനസ് 120. ഓക്കെ, ഓൾമോസ്റ്റ് ഇവന് 100 പോയിന്റ് ഇവനോട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിലിന്, 100 പോയിന്റ്. അപ്പൊ നേരെ മറിച്ച് ആ 40ന്റെ പ്രീമിയം മേടിച്ചോളൂ ഒരു 50 പോയിന്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അതാണ് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ ബിഗ് മൂവ് വന്നിട്ടാണ് ഈ ഒരു മൂവ് നിങ്ങൾക്ക് കിട്ടിയത്. അതായത് 4 ചെറിയ ഔട്ട് ഓഫ് ദ മണിയിലും അത്രയും മൂവ് വന്നത് ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ ഇത്രയും ഒരു ബിഗ് മൂവ് വന്നിട്ടാണ്. സപ്പോസ് ക്യാൻഡിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് ദ മണി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഒരു തരത്തിലുള്ള പ്രൈസിൽ ഒരു മൂവ്മെന്റും ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി മേടിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ ചൂസ് ചെയ്യേണ്ട സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ ഇൻ ദ മണി ചൂസ് ചെയ്യാം. ഓക്കെ, ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ ITM എന്ന് പറഞ്ഞാൽ കോൾ പ്രൈസിന്റെ ITM എന്ന് പറഞ്ഞാൽ ഈ ഒരു, അതായത് ഓൾറെഡി കഴിഞ്ഞ പ്രൈസ് ആണ് ഈ ഒരു ഇൻ ദ മണി എന്ന് പറയുന്നത് ITM. ഓക്കെ, 24,750 ഇതൊക്കെ ഇപ്പൊ പ്രൈസ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത് നിഫ്റ്റി 50. ഓക്കെ, ഇപ്പൊ നിൽക്കുന്നത് 24,768 അപ്പം ഇതിന്റെ ബേക്കൗട്ട് ഉള്ളത്, അതായത് കോൾ പ്രൈസിന്റെ മുകളിലോട്ട് കാണാൻ പറ്റും. ITM ഉള്ള സ്ട്രൈക്ക്, അത് പ്രീമിയത്തിന് എപ്പോഴും വില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് മേടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വലിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് 180, 213, 247, 255 ഈ ഒരു 285ന്റെ ഒക്കെ സ്ട്രൈക്ക് പ്രൈസ്, അതായത് പ്രീമിയം നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 പോയിന്റ് മൂവ് ആയാൽ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രീമിയത്തിലും മൂവ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിപ്പോ മനസ്സിലായല്ലോ. പ്രീമിയം സെലക്ട് ചെയ്യുമ്പോൾ ITM, OTM, ATM ഈ ഒരു 3 കാര്യം. ഇനി എനിക്ക് ഇതിനകത്ത് നിങ്ങൾ പറയാൻ, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോ ചെറിയ ക്യാപിറ്റലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയർ OTM നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്യാപിറ്റൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാപിറ്റൽ നല്ല രീതിയിൽ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ ദ മണി ചൂസ് ചെയ്യണം. ഒരിക്കലും ഈ ഒരു ATM ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ക്യാപിറ്റൽ കുറവോ കൂടുതലോ ATM ഒരിക്കലും ബൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇൻ ദ മണി ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 24,700ന്റെ കോൾ ഓപ്ഷനിൽ ബൈ ചെയ്യാം ഇൻ ദ മണി, അതായത് 181ന്റെ ബൈ ചെയ്യാം. പുട്ട് ഓപ്ഷന്റെ ഇൻ ദ മണി ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 24,850ന്റെ പ്രീമിയം ബൈ ചെയ്യാവുന്നത് ആണ്. സപ്പോസ് എന്റെ കയ്യിൽ ക്യാപിറ്റൽ 10K വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു 24,900ന്റെയോ കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ ഈ ഒരു 24,650ന്റെ പുട്ട് ഓപ്ഷനോ ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എപ്പോഴും നിഫ്റ്റി 50യിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഒരു 100ന് മേലോട്ടുള്ള, ഓക്കെ, നിങ്ങളെ ക്യാപിറ്റൽ 10K ആണെന്നുണ്ടെങ്കിൽ ഒരു 80 പ്രീമിയം എപ്പോഴും ബൈ ചെയ്യുമ്പോൾ ഒരു 80ന്റെ പ്രീമിയം നിങ്ങൾ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 80ന് താഴെ നിങ്ങൾ പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മൂവ്മെന്റും നിങ്ങൾക്ക് കിട്ടില്ല. 80 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അറ്റ് ദ മണീന്റെ താഴോട്ടുള്ള 2 സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് എക്സ്പയറി ഡേ ആണെങ്കിൽ അതിന്റെ വ്യത്യാസം വരും. എക്സ്പയറി ഡേ ആണെങ്കിൽ നിങ്ങൾ ഇൻ ദ മണി തന്നെ ബൈ ചെയ്യണം. അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഒന്നും നിങ്ങൾ ബൈ ചെയ്യാൻ പാടില്ല. ഇൻ ദ മണി തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നോർമൽ ട്രേഡിംഗ് ഡേയിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അറ്റ് ദ മണീന്റെ 2 സ്ട്രൈക്ക് പ്രൈസ് താഴോട്ടും, ഓക്കെ, അതും കോൾ ഓപ്ഷന്റെ, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ അറ്റ് ദ മണീന്റെ 2 സ്ട്രൈക്ക് പ്രൈസ് മുകളിലോട്ടും ഉള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ പ്രീമിയത്തിൽ മൂവ് വരുന്നതായിരിക്കും. ഓക്കെ, വലിയ രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഇൻ ദ മണീന്റെ
വലിയ രീതിയിലുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അറ്റ് ദ മണീന്റെ 2 സ്ട്രൈക്ക് പ്രൈസ് മുകളിലോട്ടും അറ്റ് ദ മണിന്റെ 2 സ്ട്രൈക്ക് പ്രൈസ് താഴോട്ടും ഉള്ള പ്രീമിയം ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ITM, OTM, ATM എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയായിട്ട് ജോയിൻ ചെയ്ത് എന്നോട് ഡയറക്റ്റ് തന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും ATM അറ്റ് ദ മണി ബൈ ചെയ്യാൻ പാടില്ല. അത് ഞാൻ എടുത്ത് ഞാൻ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാകും. നിങ്ങൾക്ക് അനുഭവം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡിംഗ് ഡേയിൽ നിങ്ങൾ പോയിട്ട് അറ്റ് ദ മണിയിൽ വാങ്ങിച്ചു നോക്കുക, ബൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പ്രശ്നം എന്താണെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് മൂവ്, അതായത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സ് ക്യാൻഡിലൊന്നും വരാണ്ട് അവിടെ നല്ല സ്ട്രോങ് മൂവ് ആണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് 100% ആണ്. ഓക്കെ, സപ്പോസ് അങ്ങനെ മൂവ് വന്നില്ല, നിങ്ങളുടെ അനാലിസിസ് കുറച്ച് ബാഡ് ആണ്, ഒന്ന് പുൾ ബാക്ക് ഒക്കെ തന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുടുങ്ങും, നിങ്ങൾ ട്രാപ്പ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സേഫ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ അറ്റ് ദ മണി ATMന്റെ, അതായത് അറ്റ് ദ മണിന്റെ 2 സ്ട്രൈക്ക് പ്രൈസ് മുകളിലുള്ളതോ 2 സ്ട്രൈക്ക് പ്രൈസ് താഴെയുള്ളതോ പ്രീമിയം ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ OI എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കാൻ പോകുന്ന പ്രീമിയത്തിൽ എത്ര കോൺട്രാക്ട് ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ OI ഉള്ളത് എവിടെയാണ്? 24,800 ഓക്കെ, അതായത് ഈ നിയർ ആയിട്ടുള്ള ATM അറ്റ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് അവിടുത്തെ പ്രീമിയം ബൈ ചെയ്യരുത്. നമുക്ക് കുറച്ച് താഴോട്ട് വന്നെങ്കിൽ ഇവിടെ OI ഒക്കെ കുറവാണ്, കുറച്ച് സൈലന്റ് ആയിരിക്കും, മാർക്കറ്റ് നല്ല കുറച്ച് സൈലന്റ് ആയിട്ട് മൂവ് ആവും, നമുക്ക് കാത്തിരിക്കാൻ പറ്റും, നമ്മുടെ ടാർഗറ്റ് ഒക്കെ വെച്ച് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഇല്ല നമ്മൾ ATM ആണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും സമയം കിട്ടില്ല, ടപ്പട്ടപ്പ മൂവ് ആയി നമ്മുടെ SL ടാർഗറ്റ് കിട്ടാതിരിക്കും. ഓക്കെ, സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇൻ ദ മണിയിലോട്ട് പോകണം. ഓക്കെ, നിങ്ങളൊരു സ്വിംഗ് ആണ്, നിങ്ങളൊരു 1 മണിക്കൂറൊക്കെ മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളൊരു മൂവ് ആണ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിയർ OTM മേടിച്ചിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ ചെയിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ഡെൽറ്റ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. സെൻസിബിളിന്റെ ഇവിടെ കാണാൻ പറ്റും ഓപ്ഷൻ ചെയിൻ. സെൻസിബിളിൽ പോയിട്ട് ഓപ്ഷൻ ചെയിൻ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. കാണാൻ പറ്റും ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും ഗ്രീക്ക്. ഓക്കെ, OI ഉണ്ട് ഇവിടെ, അതിന്റെ OIന്റെ അടുത്ത് തന്നെ ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു ഗ്രീക്കിൽ ക്ലിക്ക് ചെയ്യാം. ഗ്രീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ വരുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾ ഒരു വേഗ, തീറ്റ, ഡെൽറ്റ. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡെൽറ്റ മാത്രമാണ്. ഡെൽറ്റയാണ് നമ്മുടെ പ്രീമിയം, എങ്ങനെയാ പ്രീമിയത്തിന്റെ പ്രൈസ് മൂവ് ആകുന്നൊക്കെ ഡെൽറ്റയ്ക്കാണ് മെയിൻ പ്രാധാന്യം. ഓക്കെ, അതുകൊണ്ട് ഡെൽറ്റ ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നിഫ്റ്റിന്റെ, ഓക്കെ, നമ്മൾ സ്ട്രൈക്ക് പ്രൈസിലോട്ട് പോവാം. നമ്മളിപ്പോ പറഞ്ഞു ഈ ഒരു 24,850 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യാൻ, അതായത് 105 പ്രീമിയം നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനകത്ത് എത്ര ഡെൽറ്റ ഉണ്ട് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. 24,850 നമുക്ക് 0.45 ആണ് ഡെൽറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ കറണ്ട് മാർക്കറ്റിലാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത് ഓരോ മാർക്കറ്റിന്റെ വേരിയേഷൻ വെച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് ഫിക്സ്ഡ് അല്ല, ഈ ഒരു ഡെൽറ്റ തീറ്റ എന്നും പറഞ്ഞത് ഫിക്സ്ഡ് അല്ല, മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ പ്രസന്റ്ലി മാർക്കറ്റ് ഇപ്പൊ അതായത് ആഫ്റ്റർ മാർക്കറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ തന്നെ വെച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്. നിങ്ങൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡെൽറ്റ മിനിമം 0.4 ഉണ്ടായിരിക്കണം. ഓക്കെ, 0.4 മുതൽ മുകളിലോട്ട് നല്ല രീതിയിൽ പ്രീമിയത്തിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. 0.3 ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ഔട്ട് ഓഫ് ദ മണിയാണ്, വലിയൊരു മൂവ് നമുക്ക് കിട്ടില്ല. ഓക്കെ, ചില സമയങ്ങളിൽ വലിയ ബിഗ് ക്യാൻഡിലൊക്കെ ഒരു ക്യാൻഡിൽ തന്നെ വലിയ മൂവ് വരുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടിയെന്ന് വരാം. എപ്പോഴും അത് മാർക്കറ്റിൽ സംഭവിക്കണം എന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിഫ്റ്റി 100 ഇപ്പോ നിഫ്റ്റി 24,000 ഉണ്ടായത്. ഓക്കെ, 24,000 നിഫ്റ്റി ഉണ്ടായത്. നിഫ്റ്റി അവിടുന്ന് ഒരു ക്യാൻഡില് 50 പോയിന്റ് കയറി. ഓക്കെ, 50 പോയിന്റ് പ്ലസ് ആയി നിഫ്റ്റി, അതായത് 24,050. ഓക്കെ, 24,050 നിഫ്റ്റി കയറി. അപ്പോൾ നിങ്ങൾ 0.5 ഡെൽറ്റ ഉള്ള പ്രീമിയാണ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25 പോയിന്റ് ആണ്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ 0.5 കാര്യമാണ് പറഞ്ഞത്. ഈ 0.3 ആണ് നിങ്ങൾ മേടിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ചിലപ്പോ
50 പോയിന്റ് പോയപ്പോൾ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മുടെ ഇത് ഈ ഡെൽറ്റ 2 1 ഇങ്ങനെ ആകുന്നതനുസരിച്ച് നമ്മുടെ പോയിന്റിലും നമുക്ക് വ്യത്യാസം വരും. 5 2 ഏറ്റവും ഫുൾ ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ ചിലപ്പോൾ 1 പോയിന്റ് ഒക്കെ മൂവ് ആവും. മനസ്സിലായില്ലേ? ഇതിന്റെ സിമ്പിൾ കൺസെപ്റ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഇതാണ് ഇതിന്റെ അതായത് ഡെൽറ്റന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഡെൽറ്റന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു. അതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണാം.